എക്സ്റ്റിങ്വിഷർ അടിച്ച് അയ്യോ കോട്ടയം ഗാന്ധിനഗറിൽ ഉള്ള കോട്ടയം മെഡിക്കൽ കോളേജിലെ മുൻ ഡോക്ടർ കൂടിയായിട്ടുള്ള ജയകുമാർ ഡോക്ടറുടെ വീടാണിത്. ഇവിടെ ഇന്ന് രാവിലെ 9 മണിക്കാണ് ഈ സംഭവങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. ഈ വീട്ടിൽ ജോലിക്കാരനായിട്ടുള്ള ഏകദേശം 13 വർഷക്കാലം സെക്യൂരിറ്റി ജീവനക്കാരനെ ജോലി ചെയ്ത ചെങ്ങളം സ്വദേശിയാണ്. ചില പ്രശ്നങ്ങളെ തുടർന്ന് ഇവിടേക്ക് പെട്രോളുമായി ക്യാനിൽ പെട്രോളുമായി എത്തുകയും ആദ്യം ഈ കാറിൻ്റെ മുകളിൽ പെട്രോൾ ഒഴിച്ചു. അതിനുശേഷം സമീപത്തുള്ള ഗ്ലാസിൽ ഉൾപ്പെടെ ഈ പെട്രോൾ ഒഴിക്കുകയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ദേഹത്ത് ഈ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയുമായിരുന്നു. വളരെ പെട്ടെന്നാണ് ഈ സംഭവങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. ഈ സമയത്ത് ഈ അപകടം നടക്കുന്ന സമയത്തൊക്കെ തന്നെ വീടിനുള്ളിൽ ആൾക്കാരുണ്ടായിരുന്നു, ജോലിക്കാരുണ്ടായിരുന്നു. അവരെല്ലാം പെട്ടെന്ന് ഓടിക്കൂടി. ആ സമയത്ത് അവരിവിടെ എത്തുന്ന സമയത്ത് കാറിങ്ങനെ കത്തിക്കൊണ്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് കാണുന്നത്. ഉടൻ തന്നെ ഫയർഫോഴ്സിനെയും പോലീസിനെയും ഒക്കെ തന്നെ വിവരം അറിയിച്ചു. എന്തായാലും ആ സമയത്ത് തന്നെ ഈ ശരീരം മുഴുവൻ പൊള്ളലേറ്റ് ഈ ചെങ്ങളം സ്വദേശി ഈ കാറിൻ്റെ സമീപത്ത് തന്നെ ഈ കിടപ്പുണ്ടായിരുന്നു. എന്തായാലും ഉടൻ തന്നെ ഈ അപകടമുണ്ടാക്കിയ ചെങ്ങളം സ്വദേശിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. എന്തായാലും ചില സാമ്പത്തിക തർക്കങ്ങളാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് നിലവിൽ ഇപ്പോൾ പോലീസ് പറയുന്നത്. എന്തായാലും ഈ ചെങ്ങളം സ്വദേശിയുടെ ബന്ധുക്കൾ നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് ഇയാൾക്ക് ചില മാനസിക പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ട് എന്നൊരു മൊഴിയാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഗാന്ധിനഗർ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ച് വരികയാണ്. കഴിഞ്ഞ മാർച്ച് മാസം 30-ാം തീയതി ഇയാൾ ഇവിടുത്തെ ജോലി അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കുറച്ച് പണം നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പണം പോരാ എന്നൊരു കാരണം പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയതെന്നാണ് പോലീസിൻ്റെ പ്രാഥമികമായ നിഗമനം എന്ന് പറയുന്നത്. എന്തായാലും ഗുരുതരമായി പരിക്കേറ്റ ഈ ചെങ്ങളം സ്വദേശി നിലവിൽ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. കോട്ടയത്ത് നിന്ന് ചെവൻ തേക്കടിക്കും ഷിനോസ് ടി, മാതൃഭൂമി ന്യൂസ്.